11 മണിക്കൂറാണ് ഇന്ന് ഷൈൻ ടോം ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്തിട്ടുള്ളത്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടാണ്. ഒപ്പം മോഡലായിട്ടുള്ള സൗമ്യയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് താരമായ ജിൻഡോയെ ചോദ്യം ചെയ്യലിന് വിളിച്ചിട്ടുണ്ട്. ശ്രീനാഥ് ഭാസി അടക്കമുള്ളവരെയും ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. 11 മണിക്കൂറിലധികം എന്താണ് ചോദ്യം ചെയ്തിട്ടുള്ളത്? ആ ചോദ്യം ചെയ്തതിനു ശേഷം ഷൈൻ ടോം ചാക്കോ ഇറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രഘുനാഥ് നാരായണനുണ്ട് വിവരങ്ങളുമായി. രഘുനാഥ്, തസ്ലീമ മുഖ്യ പ്രതിയായിട്ടുള്ള ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ്റെ അടക്കം ബന്ധം കൃത്യമായും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് പോലീസ് എക്സൈസ് സംഘം. ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? അഭിലാഷ്, അതിനേക്കാൾ മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ചോദ്യം ചെയ്യലിൽ എക്സൈസ് ഉദ്യോഗസ്ഥരോട് ഷൈൻ ടോം ചാക്കോ ആവശ്യപ്പെട്ടത് ഈ ലഹരിയിൽ നിന്ന് വിമുക്തനാവണം, അതിന് തനിക്ക് ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്, മറ്റ് തുടർ ചികിത്സ ആവശ്യമാണ് എന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ വിമുക്തി കേന്ദ്രത്തിലേക്ക് എക്സൈസ് തന്നെ ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോവുകയാണ്. എക്സൈസിന്റെ വാഹനത്തിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം ഇവിടെ ചോദ്യം ചെയ്യുന്ന ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യുന്ന ഹാജരായ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നാണ് വരുന്നത്, ഡി അഡിക്ഷൻ തുടങ്ങിയിട്ടുണ്ട്, ആ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഷൈൻ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു തുടർ ചികിത്സ സർക്കാരിന്റെ തന്നെ പദ്ധതികളുണ്ട്, വിമുക്തി പോലെയുള്ള പദ്ധതികൾ ഒരു ലഹരിക്ക് അടിമയായ ആളുകൾക്ക്. അതായത് രഘു, ഈ വിമുക്തി കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് ഷൈൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ? അന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് രാവിലെ ഇവിടെ ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോൾ തന്നെ ഷൈൻ പറഞ്ഞിരുന്നു, ലഹരി ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നാണ് വരുന്നത്, കഴിഞ്ഞ കുറച്ച് ദിവസമായി അവിടെ ചികിത്സയിലായിരുന്നു, അതിന്റെ ഒരു തുടർ ചികിത്സ ആവശ്യമാണ് എന്ന് ഷൈൻ പറഞ്ഞു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും എക്സൈസിന്റെ വാഹനത്തിൽ ഷൈനെ തൊടുപുഴയിലുള്ള സർക്കാരിന്റെ വിമുക്തി കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം സർക്കാരിന് ഇത്തരത്തിൽ വലിയ പദ്ധതികൾ, ധാരാളം പദ്ധതികളുണ്ട്. ഇത്തരത്തിൽ ലഹരിക്ക് അടിമയായ, ലഹരിയിൽ നിന്ന് സ്വയം വിമുക്തി നേടാൻ പറ്റാത്ത ആളുകൾക്ക് ഇതൊരു മാനസികാവസ്ഥയും രോഗാവസ്ഥയും ആണ്. അതുകൊണ്ട് തന്നെ വേണ്ട ചികിത്സ നൽകിയാൽ ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന് തന്നെയാണ് ശാസ്ത്രീയമായിട്ടുള്ള തന്നെ കണ്ടെത്തൽ. അത്തരത്തിൽ ആളുകൾക്ക് ചികിത്സ സ്വയം വേണം എന്നുള്ളൊരു തിരിച്ചറിവ് ഷൈൻ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എക്സൈസിന്റെ വാഹനത്തിൽ അദ്ദേഹത്തെ തൊടുപുഴയിലുള്ള സർക്കാരിന്റെ വിമുക്തി കേന്ദ്രത്തിലേക്ക് അല്പസമയം മുമ്പ് ആലപ്പുഴയിലെ ഈ നമ്മുടെ എക്സൈസ് ഓഫീസിൽ നിന്ന് കൊണ്ടുപോയത്. ഈ കേസിൽ നിലവിൽ ഷൈൻ ടോം ചാക്കോയെ അല്ലെങ്കിൽ ശ്രീനാഥ് ഭാസി അടക്കമുള്ള ആളുകളെ പ്രതി ചേർക്കാൻ പറ്റുന്ന തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന്റെ പക്കലില്ല. പക്ഷേ തസ്ലീമ കേസിലെ 1-ാം പ്രതിയും നിരവധി ഇത്തരത്തിൽ ഷെയ്ഡി ക്യാരക്ടറായിട്ടുള്ള തസ്ലീമയായിട്ട് ഇവർ നിരന്തരം വാട്സാപ്പിലൂടെ ബന്ധപ്പെട്ടിരുന്നു, സന്ദേശങ്ങൾ അയച്ചിരുന്നു, ഫോൺ കോളുകൾ ചെയ്തിരുന്നു, സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു. ഇതിനെന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് എക്സൈസ് ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിച്ചത്. കാരണം ഈ ഷൈൻ ടോം ചാക്കോയ്ക്കാണെങ്കിലും ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസിക്കാണെങ്കിലും മുമ്പ് നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് കേസുണ്ട്. അത്തരത്തിൽ വിവാദങ്ങളിൽ അവർ സ്ഥിരപ്പെടുന്നതാണ്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ പണമിടപാടുകളും ഫോൺ ഇടപാടുകളും നടത്തിയത്. നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചറിയാൻ വേണ്ടിയാണ് കഴിഞ്ഞ. തീർച്ചയായിട്ടും ഒപ്പം മറ്റുള്ളവരെയും ചോദ്യം ചെയ്തിരുന്നല്ലോ, സൗമ്യ അടക്കമുള്ള ആളുകളെ. ഇതിൽ മറ്റു പല വിവരങ്ങളും പുറത്തേക്ക് വരാറുണ്ട്. റിയൽ മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട് എല്ലാവരുമായും. അതായത് ഷൈനും ഭാസിയും തസ്ലീമയും അടക്കമുള്ളവരുമായുള്ള ബന്ധം ഇൻസ്റ്റഗ്രാം വഴിയുള്ള സൗഹൃദ ബന്ധമാണെന്ന് സൗമ്യ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്ത് എന്തെങ്കിലും തെളിവുകൾ, കൃത്യമായി ഇതിനെയൊക്കെ ബന്ധിപ്പിക്കാനുള്ള, കണക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? അഭിലാഷ്, ഞാൻ ആദ്യം പറയുന്നത് പോലെ തന്നെ ഈ കേസിൽ ഇവരെ നേരിട്ട് ബന്ധപ്പെടുത്താനോ അല്ലെങ്കിൽ ഇവരെ കേസിൽ പ്രതി ചേർക്കപ്പെടാനോ പറ്റിയ തെളിവുകളൊന്നും നിലവിൽ എക്സൈസിന്റെ പക്കലില്ല. പക്ഷേ എന്തിനു വേണ്ടിയാണ്? സ്വാഭാവികമായിട്ട് തന്നെ 2 കോടിയിലധികം രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിച്ചെടുത്തത്. അത് വിദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവന്നതാണ്. കൊച്ചിയിൽ നിന്ന് റോഡ് മാർഗം ആലപ്പുഴയിലേക്ക് കൊണ്ടുവരുന്ന വഴിയാണിത് പിടികൂടപ്പെടുന്നത്. സ്വാഭാവികമായി തന്നെ ഇത് ആരാണ് ഇത് എത്തിക്കുന്നത്, ആരാണ് ഇതിന്റെ കരിയേഴ്സ് എന്ന് മാത്രമല്ല ആരൊക്കെയാണ് ഇത് നിരന്തരം ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത് ഒരു അതിന്റെ ഈ കഞ്ചാവിന്റെ വിൽപ്പന മാത്രമല്ല, ഉപയോഗമടക്കം വേരോടെ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടല്ലോ. അതിനു വേണ്ടിയാണ് ഇവർ ആരൊക്കെയാണ് കഞ്ചാവ് കൊടുത്തിരുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ സിനിമാ മേഖലയിലും ടൂറിസം മേഖലയിലും ഉള്ളവരുടെ ആളുകളുടെ പേരുകൾ ഇവർ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 പേരെ ഇന്ന് വിളിച്ചു വരുത്തിയത്. നാളെ മുൻ ബിഗ് ബോസ് താരമടക്കം മറ്റു 2 പേർ. എന്തായാലും അന്വേഷണം അവിടെ പുരോഗമിക്കുകയാണ്. അതിനിടയ്ക്ക് ഷൈൻ ചികിത്സ തേടാൻ സ്വയം സന്നദ്ധനായത് എന്തായാലും സ്വാഗതാർഹമായ കാര്യമാണ്. ഷൈൻ അടക്കമുള്ള കലാകാരന്മാരെ കേരളത്തിന് തിരികെ വേണം. ഇവർ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് ഇവരെ എന്നേക്കുമായി ക്രൂശിച്ച് ഇല്ലാതാക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ചെയ്യുകയുമല്ല വേണ്ടത്.